ലോകം മലയാളികൾക്ക് മുന്നിൽ വയനാട് ഒരു കണ്ണീർ നോവായി മാറുകയാണ്. അപ്രതീക്ഷിതമായി കടന്നുവന്ന ദുരന്തം നമ്മുടെ നിരവധി സഹോദരങ്ങളുടെ ജീവനെടുത്തു. അതിദാരുണമായ രീതിയിൽ പിഞ്ചു പൈതലുകൾ മുതൽ വൃദ്ധർ വരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഓരോ മലയാളികൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ. കുറച്ചു സമയത്തേക്കെങ്കിലും മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമ്മൾ മനുഷ്യരായി നിൽക്കേണ്ട സമയമാണിത്. രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാകുന്നതുവരെയെങ്കിലും ഓരോ വ്യക്തിയും ദുരന്തമുഖത്ത് മാത്രം ശ്രദ്ധയർപ്പിക്കേണ്ട സാഹചര്യം. ഈ ദുരന്ത സാഹചര്യത്തെയും മുതലെടുത്ത് മനസ്സിലെ തിന്മകൾ പുറത്തുവിടുന്ന ചില ആൾക്കാരുണ്ട്. അതവരുടെ ശീലമായിപ്പോയി. വീടിന് തീയിട്ട ശേഷം മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അവർ. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിയുകയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീകര മുഖമാണ് വയനാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അടിസ്ഥാന കാരണം ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം എന്ന സംഗതി തന്നെയാണ്. പൊതുവെ നോക്കുമ്പോൾ 4 ഋതുക്കളാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കുന്നത്: വസന്തം, ഗ്രീഷ്മം, വർഷം, ശിശിരം. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് അത് 6 വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. ഈ ഓരോന്നും എത്തുന്നതിന് കൃത്യമായ മാസങ്ങളും ഇടവേളകളുമുണ്ട്. എന്നാൽ ഇന്ന് ഇവയെല്ലാം തെറ്റിക്കഴിഞ്ഞു. ശിശിരകാലം ഗ്രീഷ്മകാലം പോലെ നമുക്ക് തോന്നും. വർഷകാലം എത്താൻ വൈകുന്നു. എത്തിക്കഴിഞ്ഞാൽ പോകാൻ താമസിക്കുന്നു. ശിശിരം എത്തുന്നത് വളരെ താമസിച്ച്. അത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. അതേ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയുടെ കറക്കത്തിന് പോലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അങ്ങനെയാണ് ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വിന്യാസം തകരാറിലായാൽ എന്താണ് സംഭവിക്കുന്നത്? കാറ് ആടിയുലയാൻ തുടങ്ങും. കാറിനെ പോലെ തന്നെ ഭൂമിയും ചലനാത്മകമായി നീങ്ങുകയാണ്. അച്ചുതണ്ടിൽ ഭൂമിയുടെ ഭ്രമണ വേഗത തകരാറിലായാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും. പുതിയ ഗവേഷണത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഭൂമിയുടെ ഭ്രമണത്തിൽ മാറ്റം വരാൻ കാരണം എന്തായിരിക്കും? അത് കാലാവസ്ഥാ വ്യതിയാനമാണ്. നേരത്തെ ഭൂമിയിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മോശം ദിനങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് PNS ജേണലിൻ്റെ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സമയം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമെത്തി. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രഭാവം ഭൂമിയുടെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുവഴി അതിൻ്റെ ഭ്രമണത്തെയും. നമ്മുടെ ഭൂമിയിൽ ഒരു ദിവസം ഏകദേശം 86,400 സെക്കൻഡുകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയില്ല. കാരണം ഭൂമിയുടെ ഓരോ ഭ്രമണവും ഏതാനും മില്ലി സെക്കൻഡുകൾ മാറുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം തന്നെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം, ഭൂമിയുടെ ഉള്ളിലെ മാറ്റങ്ങൾ, ചന്ദ്രനുമായുള്ള ഗുരുത്വാകർഷണം എന്നിവയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണം യഥാർത്ഥത്തിൽ ആരാണ്? കണ്ണുമടച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, അത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ ദിവസത്തിൻ്റെ സമയത്തെ തുടർച്ചയായി മാറ്റുന്നുണ്ട്. എന്നു പറഞ്ഞാൽ സമയം വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങളിൽ അതിൻ്റെ ആഘാതം വ്യക്തമായി കാണാനാകും. ദിവസം കുറച്ച് സെക്കൻഡുകൾ കൂടി വർദ്ധിക്കുമെന്നർത്ഥം. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതിൻ്റെ നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഗ്രീൻലാൻഡിലും അന്റാർട്ടിക്കയിലും. കാരണം ആഗോളതാപനം സംഭവിക്കുന്നു. ഇത്തരത്തിൽ മഞ്ഞുരുകുന്നത് മൂലം കടലാക്രമണം അതിരൂക്ഷമാണ്. ഭൂമിയിൽ അധികമായി വെള്ളമെത്തിയാൽ അത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും അടിഞ്ഞുകൂടുകയാണ് പതിവ്. ഇതൊരു വ്യക്തിയുടെ വയർ വീർത്തു വരുന്നത് പോലെയാണ്. ഭൂമിയുടെ സമുദ്രങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ തടിച്ച മനുഷ്യൻ ചുറ്റിക്കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇളക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ ബാലൻസ് നഷ്ടപ്പെടും. ശാരീരിക ക്ഷമതയുള്ള ഒരു വ്യക്തി ചുറ്റിക്കറങ്ങുമ്പോൾ കൃത്യമായ വേഗതയിലും കൃത്യസമയത്തും അത് പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിക്കും. അതുതന്നെയാണ് ഭൂമിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. വെള്ളം അധികമായാൽ ശരീരഭാരം കൂടുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ ഭൂമിക്ക് സംഭവിച്ചാൽ ഭൂമിയുടെ വേഗത കുറയുന്നു. അക്കാരണം കൊണ്ടുതന്നെ ദിവസത്തിൻ്റെ സമയം വർദ്ധിക്കുന്നു. ഇത് വെളിപ്പെടുത്തിയ പഠനം അടുത്തിടെ PNS ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായവും ശാസ്ത്രജ്ഞർ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ഭ്രമണ സമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തി. ഭൂമിയുടെ ഭ്രമണം നിർത്തുന്ന ഒരു ദിവസം വരും. ക്ലോക്കുകളുടെ സമയം മാറും. മൃഗങ്ങൾ ഉറങ്ങുന്ന സമയവും ഉണരുന്ന സമയവും മാറും. പക്ഷേ ഇതിനെല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 12 നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് വർദ്ധിച്ചുവരുന്ന ചൂട് കാരണം മഞ്ഞുമലകൾ ഉരുകുന്നത് മൂലം കൂടുതൽ ജലം ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് സമീപം അടിഞ്ഞു കൂടുന്നു എന്നാണ് പറയുന്നത്. ഇക്കാരണത്താൽ ഭൂമിക്ക് അതിൻ്റെ അച്ചുതണ്ടിൽ ശരിയായ രീതിയിൽ കറങ്ങാൻ കഴിയുന്നില്ല. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത കുറയുന്നു. ഭൂമിയുടെ 2 കാന്തിക ധ്രുവങ്ങളും കുലുങ്ങുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഭൂമിയുടെ ഭ്രമണ വേഗത കുറഞ്ഞു വരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. 100 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങാൻ 19 മണിക്കൂർ മതിയായിരുന്നു. അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് 19 മണിക്കൂറായിരുന്നു. പിന്നീട് ഭൂമിയുടെ കറക്കം ക്രമേണ മന്ദഗതിയിലാകാൻ തുടങ്ങി. ഇതോടെ ഈ സമയം 24 മണിക്കൂറായി വർദ്ധിക്കുകയും ചെയ്തു. വളരെ സൂക്ഷ്മമായ രീതിയിലാണ് ഈ വർധനവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1960 2020 താരതമ്യം ചെയ്താൽ ഈ കാലയളവിൽ ഭൂമി ഒരേ വേഗത്തിൽ കറങ്ങുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ 2021 ഈ വേഗത കുറയാൻ തുടങ്ങി. 2022 ജൂണിലാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ദിവസം രേഖപ്പെടുത്തിയത്. ഭ്രമണവേഗത കുറഞ്ഞതിൻ്റെ ഫലമായാണ് ആ മാറ്റം സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളുടെ അനന്തരഫലങ്ങൾ ഉടനെ തന്നെ പ്രതിഫലിക്കുമെന്നല്ല. അതിനുവേണ്ടിയും ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ തീർച്ചയായും പ്രതിഫലനമുണ്ടാകും. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും മറ്റുമായി ചില സൂചനകൾ നമുക്ക് മുന്നിൽ അപ്പോൾ എത്തുന്നുണ്ട്. നമ്മുടെ പകൽ സമയം നോക്കുകയാണെങ്കിൽ ഓരോ നൂറ്റാണ്ടിലും 2.3 മില്ലി സെക്കൻഡ് വീതമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.